വേദിയിൽ ഞാൻ ഒറ്റയാനായതുകൊണ്ട് അധ്യക്ഷനടക്കം ആരെയും അഭിസംബോധന ചെയ്യേണ്ടതില്ല എന്ന് തോന്നുന്നു. ഏതായാലും ഈ ഒരു കുടുംബ സംഗമം സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഞങ്ങളിവിടെ വന്നപ്പോഴുള്ള ഒരു നിരാശ എന്ന് പറയുന്നത് 2 കാലികമാരുടെ പ്രസംഗം കേൾക്കാനുള്ള അവസരം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നതാണ്. അവരടക്കമുള്ള ആളുകളാണ് ഇതിൻ്റെ സംഘാടകർ. എല്ലാവരെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. പ്രിയങ്കരനായ MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, MLA-മാരായ AK മഷറഫ്, CH കുഞ്ഞമ്പു, നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം തുടങ്ങിയ ജനപ്രതിനിധികളും കാസർകോട്ടെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളൊക്കെ ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നു. ബഹുമാന്യനായ MP ഇന്ന് രാവിലെയാണ് മംഗലാപുരത്ത് വിഭാഗത്തിൽ വന്നത്. ഞങ്ങൾ ഇന്നലെ തന്നെ വന്നിരുന്നു. MP ഇന്നലെ വന്നു, ഞങ്ങൾ ഇന്നലെ വന്നു, MP ഇന്ന് രാവിലെ വന്നു. പക്ഷേ ഞങ്ങളെക്കാൾ മുമ്പ് ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നത് ബഹുമാന്യനായ MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനാണ്. അതാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷവും ഇപ്രാവശ്യത്തെ ഭൂരിപക്ഷവും പറഞ്ഞു. അപ്പോൾ 40,000-ൽ നിന്ന് 1,00,000-ലധികം ഭൂരിപക്ഷത്തിലേക്ക് അദ്ദേഹം കടന്നു കയറിയത് എങ്ങനെയാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഇന്നലെ പുറപ്പെട്ട ഞങ്ങൾ വൈകിയെത്തി, ഇന്ന് പുറപ്പെട്ട അദ്ദേഹം വളരെ നേരത്തെ എത്തി. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ വളരെ ആത്മാർത്ഥതയോടുകൂടിയാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. അദ്ദേഹത്തിനോടൊപ്പം ഈ വേദിയിലേക്ക് കടന്നു വരണമെന്ന് ഞങ്ങൾക്ക് അദമ്യമായ ആഗ്രഹമുണ്ടായിരുന്നു. കാരണം ഒരു MP-യോടൊപ്പം 3 MLA-മാരും ഒരു മുനിസിപ്പൽ ചെയർമാനും ഈ വേദിയിലേക്ക് കടന്നു വരുമ്പോൾ MLA-മാരായ ഞങ്ങൾക്കും മുനിസിപ്പൽ ചെയർമാനും നല്ല ഒരു വരവേൽപ്പ് കിട്ടും. അപ്പോൾ MP-യോടൊപ്പം വരുന്നതാണ് അതിൻ്റെതായ ഭംഗി, അന്തസ്സ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ അദമ്യമായ ആഗ്രഹമുണ്ടായിരുന്നു MP-യോടൊപ്പം ഇവിടെ കടന്നു വരണമെന്ന്. അപ്പോൾ ഏതായാലും അദ്ദേഹം മനോഹരമായ ഒരു പ്രസംഗം ഇവിടെ നടത്തി. അപ്പോൾ ബോംബെയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണ് എങ്കിൽ ഒരു 5-6 വർഷം മുമ്പാണ് അവസാനമായി ബോംബെയിലേക്ക് വന്നത്. ബോംബെയിൽ വരുന്ന ഒരാൾ ബോംബെയിൽ വന്നു കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ വീണ്ടും ബോംബെയിൽ സന്ദർശിക്കാനുള്ള ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടാകും. അതാണ് ബോംബെയുടെ പ്രത്യേകത. ഞാൻ അവസാനമായി ഇപ്പോൾ കേരള നിയമസഭയിലെ നിയമസഭാ സമിതിയിലെ അംഗങ്ങളോടൊപ്പം ബോംബെ സന്ദർശിച്ചിരുന്നു. ആ സമിതിക്ക് നമ്മുടെ കേരള മുസ്ലിം ജമാഅത്തിൽ ഒരു സ്വീകരണം ഏർപ്പെടുത്തിയിരുന്നു. ആ സ്വീകരണത്തിന് നേതൃത്വം നൽകിയത് കാസർകോട്ടുകാരായ ആളുകളാണ് എന്ന് ഞാനിവിടെ ഓർക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇന്ന് കേരളീയർ പറയുന്നത് ഗൾഫാണ് നമ്മുടെ കേരളീയരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമുണ്ടാക്കിയത് എന്ന്. അപ്പം ഞാൻ അത് തിരുത്തുകയാണ്. കേരളീയരുടെ, പ്രത്യേകിച്ച് കാസർകോട്ടുകാരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കിയത് ഈ ബോംബെ എന്ന മഹാനഗരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ ബോംബെ എന്ന മഹാനഗരം ഇല്ലായിരുന്നുവെങ്കിൽ കാസർകോട്ടിലെ പല വീടുകളിലും ഇന്നും ആ അടുക്കളയിൽ പുക ഉയരാത്ത ഒരു സ്ഥിതി ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ആ ഒരു മാറ്റം കാസർകോട്ടിൽ ഉണ്ടാക്കിയത് ബോംബെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ ഈ ഗൾഫ് ഉള്ളത് കൊണ്ട് ഇപ്പോൾ കാസർകോട്ട് അടക്കമുള്ള എല്ലാ ജില്ലകളിലും ഇപ്പോൾ ആകാശം മുട്ടി നിൽക്കുന്ന കെട്ടിടങ്ങൾ, വീടുകളൊക്കെ ഉയർന്നു വന്നു എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ കാസർകോട്ടുകാരായ ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം, ഈ കാസർകോട്ട് ആദ്യമായി മനോഹരമായ ഒരു ബിൽഡിങ് ഉണ്ടായത് ബോംബെയിൽ നിന്ന് ചെന്ന് കാസർകോട്ട് ബിൽഡിങ് പണിത ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പേരൊന്നും ഞാൻ ഇവിടെ പരാമർശിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം ബോംബെ ബേസ് ചെയ്തുകൊണ്ട് ബോംബെയുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ, ഞാൻ വേണമെങ്കിൽ പേര് പറയാം, ബിൽഡിംഗ് സുലൈമാൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പള്ളത്ത്, കാസർഗോഡ് പള്ളത്ത്. അതാണ് കാസർകോട്ടെ ആദ്യത്തെ ബിൽഡിങ്. അദ്ദേഹത്തിൻ്റെ മകന് PS മംഗലാപുരത്തുണ്ട്, ഞങ്ങളുടെയൊക്കെ സുഹൃത്താണ്. അപ്പോൾ കാസർകോട്ട് ആദ്യത്തെ ബിൽഡിങ് അതാണ്. അത് ഗൾഫിലൊന്നും പോയി അദ്ദേഹം പണിതല്ല. അദ്ദേഹം ഒരു കപ്പൽ തൊഴിലാളിയായിരുന്നു. അപ്പോൾ കപ്പൽ തൊഴിലാളികളും അതുപോലെ തന്നെ ബോംബെയും അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ പഴയ കാലത്തെ ഈ കാസർകോട്ടുകാരുടെ സ്ഥാപനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഗുഡ്വിൽ ടൈ, ഹിന്ദുസ്ഥാൻ റെസ്റ്റോറൻറ്റ്, ഹിന്ദുസ്ഥാൻ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ മോണിച്ചയെ കുറിച്ച് പരാമർശിക്കേണ്ടതുണ്ട്. ഞാനത് പിന്നീട് പറയാം. അപ്പോൾ ഹിന്ദുസ്ഥാൻ റെസ്റ്റോറൻറ്റിലെ കബാബ് വളരെ ഫേമസ് ആണ്. സിനിമാ നടന്മാർ പോലും അവിടെ വന്ന് കബാബ് കഴിച്ചിരുന്നു എന്നാണ് അറിയുന്നത്.
അതുപോലെ തന്നെ നെക്രാജ് റെസ്റ്റോറൻറ്റ്, ബർക്കത്ത് റെസ്റ്റോറൻറ്റ്, കഫേ റഹ്മാനിയ, കോയിനൂർ റെസ്റ്റോറൻറ്റ്, ഈ പറഞ്ഞ 2 റെസ്റ്റോറൻറ്റ് എൻ്റെ നാട്ടുകാരുടേതാണ്. അതുകൊണ്ടാണ് ഞാൻ അത് പ്രത്യേകം ഓർമ്മിച്ചത്. അതുപോലെ തന്നെ മറ്റനേകം ഹോട്ടലുകൾ ഉപ്പള, കുമ്പള, മഞ്ചേശ്വരം, പടന്ന തുടങ്ങിയ പ്രദേശങ്ങളിലെ ആളുകൾ നടത്തുന്ന ഒരുപാട് നല്ല ഹോട്ടലുകൾ ഈ ബോംബെയിൽ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ കൂട്ടത്തിൽ ഒരു ഹോട്ടലിനെ പ്രത്യേകം ഞാൻ ഓർക്കുകയാണ്. നമ്മുടെ നാഗ്പടയിലെ ബഗ്ദാദ് റെസ്റ്റോറൻറ്റ്. എൻ്റെ നാട്ടുകാരനായ അബൂബക്കർ എന്ന ആൾ, അദ്ദേഹത്തെ ചീൻച എന്നാണ് വിളിക്കാറുണ്ടായിരുന്നത്. അദ്ദേഹം അവിടെ ടേബിൾ ഇല്ലായിരുന്നു. ആ ഹോട്ടൽ അറിയപ്പെട്ടിരുന്നത് തന്നെ ചീൻചായുടെ ഹോട്ടൽ എന്നായിരുന്നു. ഞാൻ അതും കൂടി ഇവിടെ ഓർക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ അലിയാജി, നമ്മുടെ നഗരസഭാ ചെയർമാൻ അബ്ബാസിൻ്റെ ഫാദറിലോയാണ്. അദ്ദേഹം ഈ ബോംബെയിൽ നിന്നാണ് അദ്ദേഹം മുഴുവനും സമ്പാദിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നല്ലൊരു സൽക്കാരപ്രിയനായിരുന്നു അദ്ദേഹം എന്നുകൂടി ഞാൻ ഇവിടെ ഓർമ്മ. അതുപോലെ തന്നെ പ്രിയങ്കരനായ ചെർക്കള അബ്ദുല്ല സാഹിബിന് ബോംബെയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഞാനിവിടെ പറയേണ്ട ആവശ്യമില്ല. ചെർക്കള അബ്ദുല്ല സാഹിബ് ആദ്യമായി മഞ്ചേശ്വരത്ത് നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ പ്രിയപ്പെട്ട KS അബ്ദുല്ല സാഹിബ് അദ്ദേഹത്തിൻ്റെ ഒരു സൽക്കാരം ഏർപ്പെടുത്തിയത് നമ്മുടെ ബോംബെയിലെ താജ് ഹോട്ടലിലാണ്. കാസർകോട്ടുകാരായ പല ആളുകളും താജ് ഹോട്ടലിൽ കാണുന്നതും താജ് ഹോട്ടലിനകത്ത് സന്ദർശിക്കുന്നതും ആ സമയത്താണ് എന്ന കാര്യം കൂടി ഞാനിവിടെ ഓർക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ വിന്നർ മെഡിക്കലിനെ കുറിച്ച് പറയുമ്പോൾ ദിലീപ് കുമാറിൻ്റെ കാസർഗോഡ് സന്ദർശനമാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. ആ ദിലീപ് കുമാറിനെ കാസർഗോഡ് എത്തിച്ചത് നമ്മുടെ AKC ആയിരുന്നു. അദ്ദേഹമായിരുന്നു നമ്മുടെ ഈ മെഡിക്കൽ സ്റ്റോർ ഇവിടെ നടത്തിയിരുന്നത് അദ്ദേഹമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്സര ഫുട്വെയർ, ഡീലക്സ് ലോഡ്ജ്. അപ്പോൾ ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. ഈ ഡീലക്സ് ലോഡ്ജിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യം, ഡീലക്സ് ലോഡ്ജ് നമ്മുടെ കലക്ടർ അബ്ദുൽ ഖാദർ ഹാജിയുടെ ലോഡ്ജായിരുന്നു. ആ കലക്ടർ അബ്ദുൽ ഖാദറിൻ്റെ ലോഡ്ജ്, അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ അഷ്റഫിനോട് പറഞ്ഞു, ഈ നിയമസഭയുടെ മുൻ സെക്രട്ടറി ആയിരുന്ന ശ്രീ പ്രസന്നകുമാർ ഒരു പുസ്തകം എഴുതിയിരുന്നു. ആ പുസ്തകത്തിൻ്റെ പേര് നിയമസഭയിൽ നിശബ്ദനായി എന്നാണ്. ആ പുസ്തകത്തിൽ കലക്ടർ അബ്ദുൽ ഖാദർ ഹാജിയെ സ്മരിക്കുന്നുണ്ട്. ആ പുസ്തകത്തിൽ കലക്ടർ അബ്ദുൽ ഖാദർ ഹാജിയെ സ്മരിക്കാനുള്ള ഒരു കാരണം, കലക്ടർ അബ്ദുൽ ഖാദർ ഹാജി നമുക്കറിയാം അടിയന്തരാവസ്ഥ കാലത്ത് പലരും ഇങ്ങനെ ജയിലായതുപോലെ മിസ പ്രകാരം കലക്ടർ അബ്ദുൽ ഖാദർ ഹാജി ജയിലിലായി. അന്ന് നിയമസഭയുടെ സ്പീക്കർ മൊയ്തീൻകുട്ടി എന്ന ബാബ ഹാജിയായിരുന്നു. അപ്പോൾ ബാബ ഹാജിയും കലക്ടർ അബ്ദുൽ ഖാദർ ഹാജിയും തമ്മിൽ വളരെ നല്ല സ്നേഹവും ബന്ധത്തിലായിരുന്നു. അപ്പോൾ മൊയ്തീൻകുട്ടി ഹാജിക്ക് ഒരാഗ്രഹം, ജയിലിൽ ചെന്ന് കലക്ടർ അബ്ദുൽ ഖാദർ ഹാജിയെ സന്ദർശിക്കണം എന്ന്. അദ്ദേഹം നിയമസഭാ സെക്രട്ടറിയുടെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോൾ സെക്രട്ടറി മൊയ്തീൻകുട്ടി എന്ന ബാബ ഹാജിയോട് പറഞ്ഞു, ഒരു വിസ തടവുകാരനെ നിയമസഭാ സ്പീക്കർ ജയിലിൽ സന്ദർശിക്കുകയോ കേരളം ആകെ ഇളകി മറിയും, വല്ലാത്ത കോലാഹലങ്ങൾ ഉണ്ടാകുമെന്ന് പറയും. അപ്പോൾ ബാബാജി പറഞ്ഞു, ഒരു മനുഷ്യന് നമ്മോട് വളരെയധികം കൂറും സ്നേഹവും ആദരവും നമുക്ക് കലവറയില്ലാത്ത പിന്തുണയൊക്കെ നൽകിയ ഒരാൾ അപ്പം ആപത്തിൽ വരുമ്പോൾ ആ സമയത്തല്ലാതെ നമ്മൾ എങ്ങനെയാണ്, ഏത് സമയത്താണ് അദ്ദേഹത്തോടുള്ള നന്ദി കാണിക്കുവാൻ. അപ്പോൾ മൊയ്തീൻകുട്ടി എന്ന ബാബാജി പറഞ്ഞു, ഇനി ലോകം തന്നെ ഇളകി മറിയട്ടെ, ആകാശം തന്നെ താഴെ വീഴട്ടെ, ഞാൻ മൊയ്തീൻകുട്ടി എന്ന ബാബ ഹാജിയായ ഞാൻ കലക്ടർ അബ്ദുൽ ഖാദർ ഹാജിയെ ജയിലിൽ ചെന്ന് കാണുമെന്ന്. ജയിലിൽ ചെന്ന് കണ്ടു. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു, പിന്നീട് ഞാൻ ഈ സ്പീക്കറോടൊപ്പം വർഷങ്ങൾക്ക് ശേഷം ബോംബെയിൽ പോയി ആ ഡീലക്സ് ലോഡ്ജിൽ വെച്ച് കലക്ടർ അബ്ദുൽ ഖാദർ ഹാജിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ശരീര പ്രകൃതിയൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അദ്ദേഹം ക്രൂരനായ ഒരു മനുഷ്യനായിരിക്കും. പക്ഷേ അദ്ദേഹത്തോട് അടുത്ത് ഇടപഴകിയപ്പോൾ, അദ്ദേഹത്തോട് സംസാരിക്കാൻ കൂടുതൽ അവസരം കിട്ടിയപ്പോൾ എത്ര നല്ല മനുഷ്യനാണ് എന്ന് എനിക്ക് മനസ്സിലായി എന്ന് ഈ നിയമസഭാ സെക്രട്ടറി പറയുന്നുണ്ട്. അതാണ് ഡീലക്സ് ലോഡ്ജിനെ കുറിച്ച് ഞാനിവിടെ പറയാനുള്ള കാരണം. അതുപോലെ തന്നെ നമ്മുടെ സീമൻസ് ഹോസ്റ്റൽ എന്ന് പറയുന്നത് ഒരു കാലത്ത് കാസർകോട്ടുകാരുടെ താവളമായിരുന്നു സീമൻസ് ഹോസ്റ്റൽ എന്ന് ഞാൻ പറയാത്ത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ സീമൻസ് ഹോസ്റ്റലിനെ കുറിച്ച് പറയുമ്പോൾ ആരൊക്കെ ആ സീമൻസ് ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു എന്നും, ഇന്നിപ്പോൾ മംഗലാപുരത്തെ ഏറ്റവും വലിയ വ്യവസായിയായ കരുണൻ ഒരു കാലത്ത് സീമൻസ് ഹോസ്റ്റലിലെ ഒരു താമസക്കാരനായിരുന്നു എന്ന് കരുണൻ ഏത് നിലയിൽ എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ കരുണൻ ഗൾഫിൽ പോയിട്ടില്ല, മറ്റെവിടെയും പോയിട്ടില്ല. അദ്ദേഹം സമ്പാദിച്ചത് മുഴുവനും ഈ മണ്ണിൽ വെച്ചായിരുന്നു. അപ്പോൾ ഈ മണ്ണ് കാസർകോട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ പറ്റാത്ത മണ്ണാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ലോകത്ത് ഗൾഫ്
രാഷ്ട്രങ്ങളിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ ആസ്പത്രിയുടെ ശൃംഖല പടുത്തുയർത്തിയ ഉപ്പള ലത്തീഫ്, ആ ലത്തീഫ് ഒരു കപ്പൽ തൊഴിലാളിയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. 2 തവണ അദ്ദേഹം ഗ്രീക്ക് ജോലി ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അദ്ദേഹത്തിൻ്റെ ഉപ്പക്ക് പിതാവിന് ഈ ബോംബെ നഗരത്തിൽ ഹോട്ടലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബേക്കറി, നമ്മുടെ മൗലവി ട്രാവൽസിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളിൽ പലരും അറിഞ്ഞു കാണും. മൗലവി ട്രാവൽസിൻ്റെ ഉടമയായ കർമുള്ള ഹാജി അത്യാസന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അദ്ദേഹം നടത്തിയിരുന്ന മൗലവി ട്രാവൽസ് കാസർകോട്ടുകാർക്ക് എത്രമാത്രം പ്രയോജനകരമായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഏതായാലും ഈ കൂട്ടായ്മ നമ്മുടെ പ്രിയങ്കരനായ MP പറഞ്ഞതുപോലെ കാസർഗോഡ് ജില്ലയുടെ ഒരു കൂട്ടായ്മ ആകേണ്ടതായിരുന്നു. പക്ഷേ ഇതിൻ്റെ സംഘാടകർ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇത് മഞ്ചേശ്വരം മണ്ഡലം, കാസർഗോഡ് മണ്ഡലം, ഉദുമ മണ്ഡലം, ഈ 3 മണ്ഡലങ്ങളിലെയും ഒരു കുടുംബ സംഗമമാണ്. ഇനി തീർച്ചയായും അടുത്ത തവണ മറ്റ് 2 മണ്ഡലത്തെയും ഉൾക്കൊള്ളിക്കുവാൻ നമുക്ക് ചിന്തിക്കണം. ആ നിലയിലേക്ക് നമ്മുടെ പ്രവർത്തനം വളർത്തണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ ബോംബെ നഗരത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പദങ്ങൾ നമുക്ക് സംഭാവന നൽകിയ ഒരു ഭൂമിയാണ് ഈ ബോംബെ. ഇപ്പോൾ ബാർവാല, അതുപോലെ തന്നെ ഡബ്ബവാല, അപ്പോൾ ഇതൊക്കെ നമുക്ക് സംഭാവന നൽകിയത് ബോംബെയാണ്. ബാർവാലയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, പണ്ട് ഒരു ബാർവാലയോട് ഒരാൾ ഒരു ചായ ഓർഡർ ചെയ്ത് ഒരു ചായ കുടിച്ചു. സാധാരണ ബാർവാല ചായ നൽകിയാൽ വൈകുന്നേരമാണല്ലോ കാശ് കളക്ട് ചെയ്യാൻ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ചായ മാത്രമാണ് അദ്ദേഹം കുടിച്ചത്, ഈ ബാർവാലയോട് വാങ്ങി. അപ്പോൾ ബാർവാല പറഞ്ഞ് 3 ചായയുടെ ബില്ലാണ് കൊടുത്തത്. അപ്പോൾ ഇയാൾ പറഞ്ഞ് ഞാൻ 3 ചായ കഴിച്ചിട്ടില്ല. അപ്പോൾ ബാർവാല പറയുകയാണ്, ഏക് ചായ തും ബോല, ഏക് ചായ ഹം ലായ, ഏക് ചായ തും പിയ. അതാണ് 3 ചായ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ SSLC ആണെന്ന് തോന്നുന്നു പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായി ബോംബെ കാണാൻ വന്നത്. അപ്പോൾ ബോംബെ കാണാൻ വരുമ്പോൾ എന്നോട് നാട്ടുകാർ പറഞ്ഞു, ബോംബെയിൽ പോയാൽ ഏത് ബുദ്ധിമുട്ട് സഹിച്ചായാലും മാലും നൈസാബിനൊന്ന് കാണണമെന്ന് പറഞ്ഞു. അദ്ദേഹമാണ് ബോംബെയുടെ അധിപതി, എല്ലാം അദ്ദേഹത്തിൻ്റെതാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു മോഹം വന്നു ഈ മാലും നൈസാബിനെ കാണണമെന്ന്. അപ്പോൾ മാലും നൈസാഹിബ് ആരാണ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഒരാൾ പണ്ട് ബോംബെയിൽ വന്നപ്പോൾ ആദ്യം ഈ BSC ബസ് 2 തട്ടിൻ്റെ ബസ് കണ്ടപ്പോൾ ചോദിച്ചു ഒരാളോട്, മലയാളം അറിയാത്ത ഇന്ത്യക്കാരനോട്, ഇത് ആരുടേതാണ്, മലയാളത്തിലാണ്. അയാൾ പറഞ്ഞു മാലും നൈസാബ്. വലിയ കെട്ടിടം കണ്ടു, ചോദിച്ചു ഇത് ആരുടേതാണ്, മാലും നൈസാബ്. അങ്ങനെ പലര് കണ്ടപ്പോൾ ചോദിച്ചു ഇതാരുടെ, മാലും നൈസാബ്. അപ്പോൾ ഇയാൾ വിചാരിച്ചു മാലും നൈസാബ് ഇത്രയും വലിയ ആളാണോ. അപ്പോൾ അതാണ് ബോംബെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇനിയും കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു, സമയമില്ല. അപ്പോൾ നമുക്ക് ഒരുപാട് പരിപാടികൾ ഇവിടെ നടത്തേണ്ടതുണ്ട്. ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. വീണ്ടും ബോംബെ കാണാനുള്ള കാസർകോട്ടുകാരാക്കിയ, കാസർഗോഡിൻ്റെ സാമൂഹിക ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഈ ബോംബെ നഗരത്തിൽ വരുവാനും നിങ്ങൾ ഒക്കെയുമായി സംസാരിക്കുവാനും കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിനവസരം നൽകിയ ഇതിൻ്റെ സംഘാടകരോടുള്ള നന്ദി പറയുന്നു. അവസാനമായി ഒരു കാര്യം, ഞങ്ങൾ ബോംബെയിലേക്ക് വരുമ്പോൾ സാധാരണ ഈ യോഗത്തിൽ ബോംബെയെക്കുറിച്ചാണ് പറയേണ്ടത്. അപ്പോൾ ബോംബെയെക്കുറിച്ച് എന്ത് പറയണം എന്നുള്ള ചിന്തയുണ്ടായിരുന്നു. നിയമസഭയിൽ പുസ്തകോത്സവം നടക്കുകയാണ്. MLA-മാരെ ഞങ്ങൾ ആ പുസ്തകോത്സവത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് വന്നത്. അപ്പോൾ 100-200-അധികം സ്റ്റാളുകൾ അവിടെയുണ്ട്. ഞാൻ എല്ലാ സ്റ്റാളുകളിലും പോയി ബോംബെ നഗരത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും പുസ്തകം കിട്ടുമോ എന്ന് തിരക്കി. അവസാനം ഒരു സ്റ്റാളിൽ നിന്ന് എനിക്ക് അവരൊരു പുസ്തകം തന്നു. ആ പുസ്തകം രചിച്ചത് മുർസ്ബാൻ F. ഷോഫ് എന്ന ഒരു ഗ്രന്ഥകാരനായിരുന്നു. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം ബോംബെയെക്കുറിച്ച് പറയുന്നത്, call it Bombay or call it Mumbai, my city remains the story capital of the world. There are no limits to the inspiration it delivers, no end to its generosity. അപ്പോൾ ബോംബെയുടെ മഹാമനസ്സുകൾക്ക്, ബോംബെയുടെ ഉദാരതയ്ക്ക്, ബോംബെയുടെ കാരുണ്യത്തിന് ഒരു അതിരുമില്ല. ആ കാരുണ്യം ഏറെ അനുഭവിച്ചവരാണ് കാസർഗോഡ്. ഇനിയും കൂടുതൽ ഐശ്വര്യവും സുഖവും സന്തോഷവും അനുഭവിക്കുവാൻ ഈ ബോംബെ നഗരത്തിൽ അധിവസിക്കുന്ന എല്ലാവർക്കും സാധിക്കട്ടെ
എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ കുടുംബസംഗമത്തിന് എല്ലാവിധ നന്മകളും ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്.